അങ്ങനെ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞു. ഉച്ചത്തേക്കുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇത് ചോറുണ്ട്, നമുക്ക് തലേദിവസത്തെ കുറച്ച് ചോറുണ്ടായിരുന്നു. കുറുവാരിയാണ്, അപ്പോൾ അത് പെട്ടെന്ന് കേട് വരില്ല. അപ്പോൾ എനിക്ക് ഏട്ടന് മാത്രമേ അന്ന് ചോറ് വേണ്ടുള്ളൂ. ഉച്ചയ്ക്ക് മോൻ പുറത്തുനിന്നാണ് കഴിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അത് തിളപ്പിച്ച് വാർക്കാമെന്ന് വിചാരിച്ചു. വെറുതെ വേറെ വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. രാത്രിക്ക് എന്തായാലും പലഹാരം അല്ലെങ്കിൽ വേറെ കഞ്ഞിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാം. അപ്പം എന്നാൽ ഉച്ചയ്ക്കുള്ള ചോറ് തിളപ്പിച്ച് വറുത്തു. കുറുവാരിയാണ് കേട്ടോ നമ്മൾ വാങ്ങിക്കുന്നത്. അത് പിന്നെ കേടാവുക ഇല്ല. 2 ദിവസം ആയാലും ആ പുളുങ്കുരു പോലെ അങ്ങനെ തന്നെ ഇരുന്നോളൂ. അപ്പം ഞാൻ അത് വാർക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മീനൊക്കെ ക്ലീൻ ചെയ്തു. മീനിൻ്റെ ഉപ്പും മുളകൊക്കെ നമുക്ക് മിക്സാക്കി വയ്ക്കാം. വെളുത്തുള്ളി, ഇഞ്ചിയും ചെറിയ ഉള്ളിയും മുളക് പൊടിയും മഞ്ഞപ്പൊടി ഉപ്പും ചേർത്തിട്ടോ ഞാൻ അരയ്ക്കുക. പിന്നെ പച്ചമുളക് കീറിയിടും. ഇതിപ്പോൾ കറണ്ട് ഉണ്ടായിരുന്നില്ലല്ലോ, കറണ്ട് ഒന്ന് വൈകുന്നേരം വന്നേ. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ചതച്ചു, എന്നിട്ടൊക്കെ ഒന്ന് തിരുമ്പി മിക്സാക്കി എടുത്ത് വെച്ചു കേട്ടോ. പിന്നെ ചക്കയാണ്, നമ്മുടെ വീട്ടിൽ ഉണ്ടായ ചക്കയാണ്. അത് ഇട്ട് വെച്ചിട്ട് 2 ദിവസമായി. പക്ഷെ മുഴുവൻ ശരിക്കും പഴുത്തില്ല. പകുതി കേടായി പോയി, പകുതിയാണ് അതൊന്ന് കിട്ടിയുള്ളൂ കേട്ടോ. ഇവിടെ എല്ലാവർക്കും ചക്ക ഇഷ്ടമാണ്. പിന്നെ അതിൻ്റെ കുരു കിട്ടിയിട്ട് വേണം നമുക്ക് മുരിഞ്ഞക്കൂട്ടാൻ വയ്ക്കാൻ. ചക്കക്കുരു മുരിഞ്ഞയാണ് കൂട്ടാൻ. ഇവിടുത്തെ ഏട്ടനിവിടെ ചക്കക്കുരു, മുരിഞ്ഞ, മാങ്ങ, പരിപ്പ് അതൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അത് കഴിയണോളം ഇങ്ങനെ ഓരോന്നോരോന്ന് അതുകൊണ്ട് തന്നെ ഉണ്ടാക്കും. ചക്കക്കുരു പിന്നെ എന്താ പറയുക, അങ്ങനെ കുക്കറിൽ വിസിൽ വെച്ചു വേവിക്കാനായിട്ടേ. അത് നമുക്കതിൻ്റെ തോല് കളയാൻ പാടാണ്, വഴിക്ക് പോവും, പുതിയതല്ലേ. അപ്പം ഞാൻ എന്ത് ചെയ്തു, അത് അങ്ങനെ ഒരു കുക്കറിലിട്ടു. 2-3 വിസിൽ വന്നു കഴിഞ്ഞാൽ വേവുമല്ലോ. വെന്ത് കഴിഞ്ഞാൽ ചൂടാറി കഴിഞ്ഞാൽ അതിൻ്റെ തോല് മാത്രം കളയാലോ എന്ന് വിചാരിച്ചു. ആ മേലെ മിനുസുള്ള തോലില്ലേ. പിന്നെ ഉള്ളിലത്തെ ചോന്നത് കളറ് കളയണ്ടെന്ന് പറയാറുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ കളയാറില്ല, അത് നല്ലതാന്ന് പറയാറുണ്ട്. ആർക്കും അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങളത് കളയാറുണ്ടോ? അപ്പം ഞാനത് കളഞ്ഞില്ല, അങ്ങനെ വെച്ചു. പിന്നെ മീൻ വറുക്കാൻ വെച്ചു. മീൻ പിന്നെ പതിയെ സിമ്മാക്കി വെച്ചിട്ട് വേണ്ടേ വറുത്തെടുക്കാനായിട്ട്. അപ്പം ഞാൻ അത് അതിൽ കിടന്നിട്ട് മുരിഞ്ഞോട്ട് വെച്ചിട്ട് അത് പാനിൽ വറുക്കാൻ വെച്ചു. പിന്നെന്താ, കൊട്ടിയൂർ പോയിരുന്നു കേട്ടോ. ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഫ്രണ്ട്സ് എല്ലാവരും കൂടി സാറ്റർഡേ പോയിട്ട് സൺഡേ ആണ് വന്നത് കേട്ടോ. നല്ല തിരക്കായിരുന്നു. നിങ്ങൾ ആരെങ്കിലും പോയിട്ടുണ്ടോ കൊട്ടിയൂർ? ക്യൂ നിന്നു, ഒരു 7 മണിക്കൂറോളം നമ്മൾ ക്യൂ നിന്നായിരുന്നു. പക്ഷെ നല്ല സ്ഥലമാട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ലതാണ്. സ്വയംഭൂവായ ശിവലിംഗം ആണെന്നാണല്ലോ പറയപ്പെടുന്നത്. കണ്ടു, കുറേ നടന്നു, കുറേ ഫ്രണ്ട്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടം തെറ്റി പോയി. ആകെ മൊത്തം നല്ല രസമായിരുന്നു, നല്ലതായിരുന്നു. പക്ഷേ നമ്മൾ ഭയങ്കര ടയേർഡാവും കേട്ടോ. നമ്മൾ കുറേ നേരം ക്യൂ നിന്നു. എന്നാലും തൊഴുതിട്ടാണ് വന്നേ. അങ്ങനെ ഉണ്ടായി. പിന്നെ നെറ്റൊന്നുമില്ല, ഫോൺ കൈ പിടിച്ചിട്ടാണ് പോയത്. പിന്നെ പൈസ ഞാനൊരു ഫ്രണ്ടിൻ്റെ കയ്യിലാണ് കൊടുത്തിരുന്നത്, ഞാൻ പേഴ്സ് എടുത്തില്ലായിരുന്നു. അപ്പോൾ ഫ്രണ്ട് കൂട്ടം തെറ്റി ഒരു സ്ഥലത്തേക്ക് പോയി, ഞങ്ങൾ വേറെ സ്ഥലത്തും പെട്ടു. അത് കാരണം അവിടെ പോയിട്ട് ഗൂഗിൾ പേ ഒന്നും ഓപ്പൺ ആക്കാൻ പറ്റില്ല, അവിടെ നെറ്റില്ല. അത് കാരണം നമുക്ക് അത് കൂടുതലായിട്ട് പർച്ചേസ് ചെയ്യാനൊന്നും പറ്റിയില്ല. പക്ഷെ ഒരുപാട് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കാണാനുണ്ട് കേട്ടോ. നല്ലതാണ്, നല്ലൊരു അന്തരീക്ഷമാണ് അവിടെ എന്തായാലും. മീൻ ഇതാ കടന്ന് മുരിഞ്ഞാവുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനത് റെഡിയാക്കുമ്പോഴൊക്കെ നന്നല്ലയോ എന്താണോ വെച്ചിട്ടാണ് ഞാൻ ഇരുന്നത്. ഏട്ടനോട് പറഞ്ഞു മറ്റേ ആയിരുന്നില്ല, ഞാൻ വാങ്ങാതെ വരായിരുന്നു, അത് വാങ്ങിക്കണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നോക്കുമ്പോൾ നന്നായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ്, എന്ത് മീനാണെന്ന് സത്യം പറഞ്ഞാൽ അറിയില്ല. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ അതൊക്കെ വറുത്ത് റെഡിയാക്കി വെച്ചു. മഴ തന്നെയായിരുന്നു, വൈകുന്നേരം വരെ അന്ന് മഴ തന്നെയായിരുന്നു. നമ്മൾ ഓരോ പണി ചെയ്യുമ്പോഴൊക്കെ പുറത്ത് നല്ല മഴയാണ്. മഴ അന്ന് തോർന്നിട്ടേ ഇല്ല. രാത്രി എങ്ങാണ്ടാണ് പിന്നെ ഒന്ന്. അടുത്ത പണി പിന്നെ മാങ്ങ പൊട്ടിക്കലാണ്. നമ്മുടെ മൂച്ചിലത്തെ മാങ്ങ ഏകദേശം കഴിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. കുറച്ച് മാങ്ങ ഉണ്ട്, അപ്പോൾ അത് പൊട്ടിക്കാന്ന് വിചാരിച്ചു. കുറച്ച് പഴുത്ത വേഗം കേടാവണുണ്ട്. അപ്പോൾ പൊട്ടിച്ചിട്ട് ഉപ്പുമുളകും തിരുമ്പി വയ്ക്കുകയോ അല്ലെങ്കിൽ അച്ചാറിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മാങ്ങ ഒക്കെ പൊട്ടിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയും മാങ്ങ കിട്ടിയിരുന്നു. അപ്പോൾ നമ്മുടെ കുക്കറിലത്തെ ചക്കക്കുരു ഇതാ വെന്തു എന്ന് പറഞ്ഞിട്ട് വിസിൽ വരുന്നു. അതൊരു 3-4 വിസിൽ അങ്ങനെ വരട്ടെ, എന്നാലേ അത് നന്നായിട്ട് വേവുള്ളൂ. പിന്നെ ചക്ക എടുത്തിട്ട് കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചു. എന്തായാലും പിന്നെ ഇനിയിപ്പോൾ ആരും കഴിക്കില്ല, അപ്പം നാളെ നല്ലതാണെന്ന് വെച്ചാൽ നാളെ കഴിക്കലെന്ന് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചു. കുറച്ച് മുരിഞ്ഞല്ലോ കേട്ടോ. ഉച്ചത്തേക്ക് മാത്രമേ നമുക്ക് കറി വേണ്ടുള്ളൂ. അപ്പം തോനൊന്നും ഞാൻ എടുത്തില്ല. ചക്കക്കുരു കണ്ടു, നല്ല വെന്ത് പാകമായിട്ടുണ്ട്. അപ്പം അതിൻ്റെ മേലത്തെ ആ മിനുസുള്ള ഭാഗം നമുക്ക് വേഗം ഇങ്ങനെ പൊളിച്ചാൽ കിട്ടും കേട്ടോ. മറ്റേ നമ്മൾ ഓരോന്നോരോന്ന് ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോഴേക്കും നല്ല ബുദ്ധിമുട്ടാണ്. പിന്നെ അത് വഴിക്ക് പോകും. അപ്പോൾ ഈ ഒരു ഐഡിയ എനിക്ക് ഒരു ചേച്ചി പറഞ്ഞതാണ് കേട്ടോ. ഒരു കൂട്ടുകാരി, എനിക്കൊരു ചേച്ചിയുണ്ട്, ചേച്ചി എനിക്ക് പറഞ്ഞ ഒരു ഐഡിയ ആണ് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ചെയ്യാറ്. എല്ലാം തൊളിച്ച് കളഞ്ഞു. പിന്നെ അതൊന്ന് ഉടച്ചിട്ട് നമുക്ക് ഉണ്ടാക്കി ഒന്നുകൂടി നല്ലതാണ്. അപ്പോൾ ഇവിടെ ഏട്ടന് പറഞ്ഞു വല്ലാതെ ഉടച്ച് കൊളാക്കണ്ട അതിനേന്ന് പറഞ്ഞു, ചക്കക്കുരു തിന്നാൻ വേണ്ടിയിട്ട്. അപ്പം പിന്നെ ഞാൻ എന്നാൽ ഉടയ്ക്കണ്ട അങ്ങനെ വിചാരിച്ചിട്ട് അധികം ഉടച്ചില്ല. പിന്നെ നാളികേരം അരച്ച് ഉണ്ടാക്കിയില്ലെങ്കിൽ നല്ല ടേസ്റ്റാട്ടോ. കറണ്ട് ഉണ്ടായിരുന്നില്ല, അപ്പം പിന്നെ നാളികേരം അരച്ചില്ല. തനിയെ വെറുതെ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൂട്ടാൻ റെഡിയാക്കി. ഇനിയിപ്പം നാളികേരം അരച്ച് വെക്കുകയാണെങ്കിൽ നാളികേരത്തിൻ്റെ കൂടെ ചെറിയ ഉള്ളിയും 2 വെളുത്തുള്ളിയും പിന്നെന്താ കുറച്ചൊരു നുള്ള് ജീരകവും ചേർത്തിട്ട് നന്നായിട്ട് അരച്ച്
ചക്കക്കുരു കൂടെ ഇട്ട് മിക്സാക്കി ഒന്ന് തിളപ്പിച്ച ശേഷം മുരിങ്ങയുടെ ഇല ഒഴിക്കുക. എല്ലാം മുരിങ്ങയുടെ ഇല ഇടുക, പച്ചവെളിച്ചെണ്ണ ഒഴിക്കുക. നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. നാടൻ കൂട്ടാനാണ് കേട്ടോ. നാടൻ കൂട്ടാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണ് ഇഷ്ടപ്പെടുള്ളൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. ഇവിടെ ഇതൊക്കെ നല്ല ഇഷ്ടമാണ്. ചക്കക്കുരു മാങ്ങ, ചക്കക്കുരു മുരിങ്ങ, പരിപ്പും മാങ്ങ അങ്ങനെയൊക്കെ കേട്ടോ. നമ്മുടെ മൂച്ചത്ത് മാങ്ങ കഴിയണോളം ഞാൻ പറഞ്ഞില്ലായിരുന്നോ. മാങ്ങ ഒന്നുമില്ല മാങ്ങ ചമ്മന്തി, അല്ലെങ്കിൽ പിന്നെ മാങ്ങ കൂട്ടാൻ. ഒന്നും കൂടെ തിളയ്ക്കല്ലേ വേണ്ടുള്ളൂ, മുരിങ്ങയില വേഗം വേവുമല്ലോ. ഇത് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. കടുക് വറുക്കാറൊന്നുമില്ല ഞാനിവിടെ. ഉള്ളിയൊന്നും മൂപ്പിച്ചിടാറില്ല. നാളികേരം അരച്ച് വെക്കുകയാണെന്ന് വെച്ചാൽ ഉള്ളി മൂപ്പിച്ചിടാം. ഇതിപ്പോൾ തനിയെ ഇങ്ങനെ വെക്കുമ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ ചെയ്യാം. പിന്നെ സ്വാഭാവികമായി നമ്മുടെ അടുത്ത പണി എന്താ, പാത്രം കഴുകുക, ക്ലീൻ ചെയ്യുക. കുക്കിംഗ് കഴിഞ്ഞാൽ അങ്ങനെയല്ലേ. അപ്പോൾ ബാക്കിയുള്ള പാത്രങ്ങളെല്ലാം ഞാൻ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചു. ചോറ് ഉണ്ണാന്ന് വിചാരിച്ചു. മഴ പെയ്തുകൊണ്ടിരിക്കേണ്ട കരണ്ടും ഇല്ല, വേറൊരു പണിയില്ല. പുറം പണിക്കൊന്നും ഇപ്പം നമുക്ക് പറ്റില്ല. പുറത്ത് കുറച്ച് കളകളൊക്കെ പറിക്കാനൊക്കെ ഉണ്ട്, പക്ഷെ അതിനൊന്നും ഇപ്പോൾ പറ്റില്ല, നല്ല പെരുമഴ. അപ്പം പിന്നെ ചോറ് ഉണ്ടിട്ട് മിണ്ടാതിരിക്കാന്ന് വിചാരിച്ചു. എന്തായാലും കട ലീവാണല്ലോ, അപ്പം പിന്നെ റെസ്റ്റ് എടുക്കാൻ കുറച്ച് സമയമുണ്ടല്ലോ. മറ്റേത് ഓഫുള്ള ദിവസം നമുക്ക് കട ഉണ്ടെങ്കിൽ കടയിലും കുറേ പണികൾ നമുക്ക് ഉണ്ടാവാൻ കൊണ്ട് നമുക്ക് ഉച്ചയ്ക്ക് റെസ്റ്റും കാര്യങ്ങളൊന്നും പറ്റില്ല. അപ്പം ഇന്നെന്തായാലും കുഴപ്പമില്ല, ഇന്ന് റെസ്റ്റാണ്. അപ്പോൾ എല്ലാ പണി കഴിഞ്ഞു. അപ്പോഴേക്കും സമയം ഒരു 2:30-3 മണിയൊക്കെ ആയി കാണും കേട്ടോ. ചോറുണ്ടോ, ചോറും മുരിങ്ങ കൂട്ടാനും പിന്നെന്താ മീൻ വറുത്തതും നല്ലതായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു, ഏട്ടനും ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ കൂടി ചോറ് കഴിച്ചു. പിന്നെന്താ കുറച്ചൊരു സുഖമായി കൊണ്ട് അത് കടന്നുറങ്ങി. TV ഒന്നുമില്ല, ഫോണ് പിന്നെ എത്ര മണി കളിക്കും നമ്മൾ. അപ്പം പിന്നെ എന്തായാലും ഉറങ്ങാലോ എന്ന് വിചാരിച്ചു. കൊട്ടിയൂര് പോയതിന്റെ ക്ഷീണം ഉണ്ടായിരുന്നു എന്തായാലും 2-3 ദിവസം. ശരിക്കും ഉറങ്ങാതെ എനിക്ക് തോന്നുന്നുണ്ടൊക്കെ ആകെ ടയർഡായെന്ന് പറഞ്ഞില്ലായിരുന്നു. അപ്പം എന്നാൽ റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം പിന്നെ ഒന്നും ചെയ്യാണ്ട് നമുക്ക് ഇന്ന് ചോറും കഴിച്ചിട്ട് മിണ്ടാതെ കടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ വീഡിയോ കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. വോയിസ് ഓവർ ഞാൻ അധികം കൊടുത്തിട്ട് വീഡിയോസ് ഇട്ടിട്ടില്ല, ഷോർട്സ് ആണ് കേട്ടോ ചെറുതൊക്കെ ഇടാറ്. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഇതുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. എനിക്കൊക്കെ ഇനി കുറേ പഠിക്കാനുണ്ട്. നമ്മളിത് ഓരോന്നോരോന്ന് സത്യം പറഞ്ഞാൽ പഠിച്ചു വരുന്നേ ഉള്ളൂ കേട്ടോ. ഒരുപാട് നന്നായിട്ട് എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊന്നും ചെയ്യാൻ ആയിട്ടില്ല. നമ്മൾ ഫോൺ എടുക്കുന്നതൊക്കെ വാട്സപ്പും യൂട്യൂബൊക്കെ നോക്കാൻ വേണ്ടി അധികം അങ്ങനെയൊക്കെ എടുക്കാറുള്ളൂ. അല്ലാണ്ട് ഒരുപാട് എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും ചെയ്ത് നമുക്ക് അറിയില്ലല്ലോ. അങ്ങനെ വൈകുന്നേരം മഴ പെയ്ത് തോർന്നിരിക്കണു, ചെറുതിനെ ചാറുന്നുള്ളൂ. നമ്മുടെ ഉമ്മറ നല്ല രസമാട്ടോ മഴക്കാലത്ത്. പക്ഷെ വെള്ളം നിന്നാൽ മൊത്തം കൊളാവും. ചായ ഇട്ട് കുടിച്ചു. വൈകിട്ടിരിക്കുന്ന എന്തേലും ഇനി കഞ്ഞിയോ അല്ലെങ്കിൽ പലഹാരം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് ഉണ്ടാക്കാം. കാര്യപ്പെട്ട പണികളൊന്നും ഇപ്പം ഇല്ല അധികം. ചായ ഉണ്ടാക്കി കുടിച്ചു. ചായക്ക് പ്രത്യേകിച്ച് കടിയില്ല. റസ്കും ഒരു പൂളക്കിഴങ്ങ് ചിപ്സൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ 2-3 എടുത്ത് കഴിച്ചിട്ട് ചായ കുടിച്ചു. കറണ്ട് പിന്നെ അപ്പോഴും കഴിഞ്ഞിട്ടാട്ടോ കറണ്ട് വന്നേ. TV കാണാനൊന്നും പറ്റാതെ പിന്നെ കുറച്ച് നേരം ഫോണിലൊക്കെ കുത്തിപ്പിടിച്ചിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, കമന്റ് ചെയ്യണേ. എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.